ഫ്രണ്ട്സ്, ഞാൻ പ്രസി സാജു. ഇന്ന് ഞാൻ നമ്മുടെ ടൊറനിയ വിഷ് ബോണില്ലയോ, അപ്പോൾ അത് ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വിഷ് ബോണാണ്. ഇത് ഞാൻ 2 ആഴ്ച മുമ്പേ ഞാനിത് ഗ്രോ ചെയ്തതാണ് ഒരു പോട്ടിൽ. അപ്പം ഈ നമ്മുടെ വിൻ്റർ സമയത്തും ഇത് നല്ലതായിട്ട് ഫ്ലവർ ആവും, അതുപോലെ നമ്മുടെ സമ്മർ സമയത്തിലും നല്ല ഇതിനകത്ത് ഫ്ലവർ ആവും. അപ്പം എന്തോ ചെയ്യണം, സാധാരണ നമ്മുടെ പോട്ട് എടുത്താൽ മതി, നമ്മുടെ സാധാരണ പോട്ടിംഗ് മിക്സ് എടുത്താൽ മതി. നമ്മൾ എങ്ങനെ വേറെ എന്തെങ്കിലും ചെടിക്ക് നമ്മൾ പോട്ടിംഗ് മിക്സ് എടുക്കത്തില്ലേ, അതുപോലെ ഇതിനെ എടുത്താൽ മതി, കൂടുതലൊന്നും ചെയ്യണ്ട. അപ്പം ഞാൻ ഈ ഉണക്കി വെച്ച ഇതിൻ്റെ സീഡ്സ് ഇല്ലേ, ഇങ്ങനെ എടുത്തിട്ട് നോർമലി ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇടും, ബാക്കി ഒന്നും ചെയ്യത്തില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് മണ്ണ് വിതറാം. ഞാനൊന്നും ചെയ്യത്തില്ല, ഇത് തന്നെ ഇച്ചിരി ഇങ്ങനെ ചെയ്ത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഇടും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കണം, ഒന്നും ഷെഡി ഏരിയയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് സമ്മറിൽ അതുപോലെ തന്നെ കിളിക്കും, എങ്ങനെ വിൻ്ററിൽ കിളിക്കുന്നത്. അപ്പം ഇത് ഞാൻ നല്ലതായിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി ഇത് ഞാൻ ഗ്രോ ചെയ്തതാണ്. അപ്പം ഇതിനകത്ത് ഇച്ചിരി ഇപ്പം നിങ്ങൾ ഇലയെല്ലാം മുരടിച്ചിരിക്കുന്നില്ലേ, ഇതിനകത്തിൽ നല്ലതായിട്ട് കൊച്ചു പുഴു അറ്റാക്ക് ചെയ്തതായിരുന്നു. ഇപ്പം ഞാൻ അതിനകത്ത് ഇച്ചിരി സൊനാട്ട ഇട്ടപ്പോൾ ഇച്ചിരി ഇത് വൃത്തിയായി. അല്ലെങ്കിൽ മൊത്തം ഇത് അങ്ങ് ഒരുമിച്ച് ഈ ചൂട് സമയത്തല്ലയോ ഈ കൊച്ചു പുഴു വന്ന് അറ്റാക്ക് ചെയ്തില്ലയോ, അതായിരുന്നു. ഇനി ഞാനിത് വേറെ മാറ്റി നടും. അപ്പം ഈ നമ്മുടെ ഈ സമ്മർ സമയത്തിൽ ഒന്നും പൂയില്ലെങ്കിൽ ഈ പൂ ഏറ്റവും നല്ലതാണ് ഫ്രണ്ട്സ്. നല്ല രസമായി പൂ കണ്ട, ഇതിനകത്ത് പല കളറും വരും, പിന്നെ നല്ല പോട്ട് നിറച്ച് ഇത് പൂ കളിക്കും. അപ്പം നിങ്ങൾ ഇതുപോലത്തെ നല്ല വീതിയുള്ള പോട്ട് എടുക്കണം, അതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നിങ്ങൾ സൂക്ഷിച്ച് വച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതില്ലയോ, ഇത് ഈ പൂ ഇപ്പം തീർന്നു കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ സീഡ് പോട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നിങ്ങളിങ്ങനെ ക്രഷ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ ആയി തന്നെ അത് എവിടും പോത്തുമില്ല, അത് തന്നെ പിന്നെ ആ സമയത്ത് കിളിച്ചുകൊണ്ടിരിക്കും. ഇത് 12 മാസം പതുക്കെ ഇത് കിളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയല്ല, ഇത് ഒരു വട്ടം നമ്മുടെ ഗാർഡനിൽ ആഡ് ചെയ്താൽ ഇത് പോത്തേയില്ല. അപ്പോൾ അത് നിങ്ങൾ ഇത് ആഡ് ചെയ്യണം. ഇപ്പം ഇല്ലെങ്കിൽ നിങ്ങൾ ആ നഴ്സറിയിൽ മേടിച്ചുകൊണ്ട് വന്നാൽ നട്ടാൽ ഒരു കുഴപ്പമില്ല, ഇത് ഈട് നിൽക്കും, ഇതിന് നല്ലതായിട്ട് ഫ്ലവറിങ് ആവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റ്സ് ചെയ്യണേ. താങ്ക് യു.